ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ 10ാം ക്ലാസ്സിൽ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിലെ എന്ന പാഠത്തിലെ 21ാമത്തെ പേജിലെ രണ്ടാമത്തെ ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒട്ടേറെ പേർക്ക് ഡൗട്ടുള്ള ഒരു ഭാഗമാണിത്. അതിലുപരി കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അതിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യത്തിൽ ഏകദേശം 5 സബ് ക്വസ്റ്റ്യനാണ് ഉള്ളത്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു 3 ചെയ്യാം. 3 ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ചോദ്യങ്ങളും വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പൊസിഷൻ ആൻഡ് ടൈം, അതായത് പദവും സ്ഥാനവും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണക്കുകൾ ചെയ്യാമെന്ന് നോക്കാം. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്നുണ്ട് തേർഡ് ടൈം ഈസ് ഈക്വൽ ടു 34 ആൻഡ് 6th ടൈം 67. ഒരു ശ്രേണിയുടെ 3ാമത്തെ പദം 34ഉം 6ാമത്തെ പദം എത്രയാണ്? 67ഉമാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിട്ട് ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ഈച്ച്. ഓരോന്നിൻ്റെയും 5 പദങ്ങൾ എഴുതാം. റെഡി അല്ലേ? ഓക്കെ, ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം കേട്ടോ. ഡി ഈസ് ഈക്വൽ ടു, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവ്യത്യാസം. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതേ ഒരു കാര്യം നമ്മൾ ഷോർട്സിൽ എടുത്തിട്ടുണ്ട്. ഷോർട്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് പറയുന്നതാണേ ഉള്ളൂ. 1 മിനിറ്റുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. മലയാളികളെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. മലയാളം മീഡിയം എന്താണ്? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഓക്കെ, ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി കണ്ടുപിടിക്കാം. സാധാരണ രീതിയിൽ പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിക്കുമ്പോണ്ടല്ലോ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്, ഇല്ലെങ്കിൽ പൊതുവ്യത്യാസം കാണുക എന്ന രീതിയിൽ തന്നെയായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് നമുക്ക് അതേ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ചെയ്യാം. 1ാമത്തെ ചോദ്യം നോക്കാം. തേർഡ് ടൈം ഈസ് ഈക്വൽ ടു 34 ആൻഡ് 6th ടൈം എത്രയാണ്? 67. ഈ സാധനം നമുക്കൊന്ന് എഴുതി ഇങ്ങനെ വയ്ക്കാം. 3ാമത്തെ പദം എത്രയാണ്? 34 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വേറെ എന്താ തന്നിട്ടുള്ളത്? 6ാമത്തെ പദം എത്രയാണ്? 67. ഓക്കെ, നമുക്ക് എഴുതാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി വെച്ചത്. ദെൻ നമ്മുടെ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതിൽ ടൈംസ് ഏതൊക്കെയാണ്? 3ാമത്തെ ടൈം 34, 6ാമത്തെ ടൈം 67. അങ്ങനെയല്ലേ? അപ്പോൾ ടേമുകൾ തമ്മിൽ കുറയ്ക്കുക. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതാണ് നമുക്ക് എപ്പോഴും എളുപ്പം അല്ലേ? അങ്ങനെ തന്നെ ചെയ്താൽ മതി. 67 കുറയ്ക്കണം 34 ഡിവൈഡ് ബൈ, ഇപ്പോൾ നമ്മൾ താഴേന്ന് മേളിലേക്കല്ലേ അല്ലേ? താഴേന്ന് മേളിലേക്കാണ് എന്ത് ചെയ്തത്? കുറച്ചത്. അങ്ങനെയെങ്കിൽ ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 - 3 എന്ന് ചെയ്യാം. 67ൽ നിന്ന് 34 കുറച്ചാൽ എത്രയാണ്? 67 34 കുറച്ച് നോക്കി എത്ര കിട്ടും? 33 എന്ന് കിട്ടും അല്ലേ? 33 ഡിവൈഡഡ് ബൈ 6ൽ നിന്ന് 3 കുറച്ചാലോ? 6ൽ നിന്ന് 3 കുറച്ചാൽ 3. അപ്പോൾ 33 ഹരിക്കണം 3. 33ന് 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടി? നമുക്ക് 11 കിട്ടി. അപ്പോൾ നമുക്കൊരു സാധനം കിട്ടി. ഏത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് ഇല്ലെങ്കിൽ പൊതുവ്യത്യാസം നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. മനസ്സിലായില്ലേ? ചെയ്ത രീതി മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത നമുക്ക് ആരെ വേണം? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണമെങ്കിൽ 2 ആൾക്കാരെ നമുക്ക് വേണം. ആരേക്ക് വേണം? ഫസ്റ്റ് ടൈമിനെ വേണം, കോമൺ ഡിഫറൻസിന് വേണം. ഇപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അതിന് നമുക്ക് പല വഴികളുണ്ട് കേട്ടോ. എന്നാലും ഞാനൊരു ഇക്വേഷൻ രീതിയിൽ നിങ്ങളോട് പറയാം. അപ്പോൾ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും കൺഫ്യൂസർ ആവില്ല. ഓക്കെ, കൺഫ്യൂസർ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്കൂളുകളിലെ ടീച്ചേഴ്സൊക്കെ പല രീതിയിലായിരിക്കും പഠിപ്പിക്കുക കേട്ടോ. എന്നിരുന്നാലും ഇതേ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു കാര്യം എടുക്കുക. തന്നിരിക്കുന്നതിൽ 3ാമത്തെ പദം എത്രയാണ്? 34 നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ 3ാമത്തെ പദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ടേമിൻ്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3ാമത്തെ പദം കിട്ടുന്നത്. 6ാമത്തെ പദമാണെങ്കിലോ ആദ്യ പദത്തിൻ്റെ കൂടെ 5 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ്. ഇത് നമുക്കൊരു ഇക്വേഷൻ രീതിയിൽ എഴുതാം. ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ 3 എടുക്കുകയാണ്, ചെറിയ നമ്പർ അല്ലേ. അപ്പോൾ 3ാം പദം എന്നുള്ളത് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. അതായത് x3 എന്ന് എഴുതി. x3 അല്ലെങ്കിൽ 3ാം പദം എന്നുള്ളത് എത്രയായിട്ട് തന്നിട്ടുണ്ട്? 34 എന്ന് തന്നിട്ടുണ്ട്. ഈ 3ാം പദത്തിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? f+2d എന്ന് എഴുതാൻ പറ്റും. 3ാം പദത്തിന് എങ്ങനെ എഴുതാം? f+2d. ആദ്യ പദത്തിൻ്റെ കൂടെ 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 3ാമത്തെ ടേം കിട്ടുക. അതാണ് f+2d എന്ന് എഴുതിയത്. ഇങ്ങനെ ഏത് ടേം വേണമെങ്കിലും എഴുതാം. 5ാം പദം ചോദിച്ചാൽ എന്ത് എഴുതാം? f+2
4D ആദ്യത്തെ ടേം പദത്തിൻ്റെ കൂടെ 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 5ാമത്തെ പദം കിട്ടുക. 7ാമത്തെ പദം ചോദിച്ചാലോ ഒന്ന് പറഞ്ഞേ, എന്താ എഴുതാം? F plus 6D. വെരി ഗുഡ്, F plus 6D എന്ന് എഴുതാം. 10ാമത്തെ പദം ചോദിച്ചാലോ F plus 9D എന്ന് എഴുതാം അല്ലേ? അപ്പോൾ അതേപോലെ എഴുതി വെച്ചത് 3ാം പദം F plus 2D. അതെത്രയാണ്? 34 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആരെയാണ് വേണ്ടത്? ഫസ്റ്റ് ടേമിനെയാണ് വേണ്ടത്. നമുക്ക് ആവശ്യമില്ലാത്ത വരെ നമുക്ക് നൈസായിട്ട് എന്ത് ചെയ്യാം? തട്ടാം. എന്നോർത്ത് അപ്പുറത്തെ പറമ്പിലേക്കൊന്നും വലിച്ചെറിയണ്ട, ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പുറത്തേക്ക് തട്ടിയാൽ മതി. ഓക്കെ, നമുക്ക് എഫിനെ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പ്ലസ് 2D അങ്ങ് തട്ടി, എനിക്ക് അവനെ വേണ്ട. അപ്പോൾ 34 ഈ പ്ലസ് സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ മൈനസ് 2D എന്നായി. നോക്കണേ, എഫ് ഈസ് ഈക്വൽ ടു 34 മൈനസ് 2D. 2 ഇൻറ്റു ഡി എത്രയാണെന്നറിയാം? 11 ആണോ? അല്ലേ? യെസ്. ഇനി ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതുകയാണ്. ഞാൻ വേണമെങ്കിൽ ഒരു മഷിയൊക്കെ മാറ്റിയെടുക്കാം. വേണോ? ചുവന്ന മഷിയിൽ എഴുതാം, കാരണം അതിൻ്റെ കൂടെ ഇനി കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 34 മൈനസ് 2 ഇൻറ്റു 11. 2 ഇൻറ്റു 11 എത്രയാടാ? 22 അല്ലേ? 2നെ 11 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 22. 34 22 കുറച്ച് നോക്കിയേ, എത്ര കിട്ടി? 4 2 കുറച്ച് 2, 3 2 കുറച്ച് 1, എത്ര കിട്ടി? 12 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ടൈം കിട്ടി. കോമൺ ഡിഫറൻസ് നമുക്കറിയാം ഇല്ലേ? നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ച കോമൺ ഡിഫറൻസ് ആണ്. ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ഈച്ച്. ഓരോന്നിൻ്റെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം 5 പദങ്ങൾ എഴുതാം. ഫസ്റ്റ് ടൈം എത്രയാണ്? സീക്വൻസ് ഈസ് ഈക്വൽ ടു സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി സമം. വളരെ വ്യക്തമായിട്ട് നമുക്ക് എഴുതി വയ്ക്കാം. ശ്രേണി ഫസ്റ്റ് ടൈം എത്രയാണ്? 12. കോമൺ ഡിഫറൻസ് അറിയാം, പൊതുവ്യത്യാസം അറിയാം, 11. 12 കൂടെ 11 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 23. വീണ്ടും നമുക്ക് 11 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? പറഞ്ഞോ, 34 അല്ലേ? ആദ്യത്തെ 5 ടേമുകൾ എഴുതാനാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ 34 കൂടെ വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 45. പിന്നെയോ 56 എക്സെട്ര ആയോ? 1 2 3 4 5. ഓക്കെ, 5 അപ്പോൾ നമുക്ക് ഇതേപോലെ വളരെ എളുപ്പമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാം. ഇതിനകത്തുള്ള രണ്ടാമത്തെ ചോദ്യവും ഏകദേശം ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ചോദ്യം കണ്ടോ, തേർഡ് ടൈം ഈസ് ഈക്വൽ ടു 43 ആൻഡ് സിക്സ്ത് ടൈം ഈസ് ഈക്വൽ ടു 76. 3ാം പദം 43 7ാം പദം 6ാം പദം 76 എന്നുള്ള ചോദ്യം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി ചെറിയൊരു കൺഫ്യൂഷൻ ഇതേ രീതിയിലാണെങ്കിലും ചിലപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യമാണ് നമ്മുടെ 3ാമത്തെ ചോദ്യം. അങ്ങനെയെങ്കിൽ നമുക്ക് 3ാമത്തെ ചോദ്യം ചെയ്ത് നോക്കിയാലോ? 3ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അതായത് 3ാം പദം 2, 5ാം പദം 3. ഓക്കെ, അതാണ് നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നവർ നോക്കാം. എന്നാൽ നമുക്ക് ആ ചോദ്യം നോക്കാം. അയ്യോ, ചോദ്യം പറഞ്ഞ പോലെ എന്താ പറഞ്ഞത്? 3ാം പദം 2. 3ാം പദം 2 നമുക്ക് എഴുതി വയ്ക്കാം. 3ാം പദം എത്രയാണ്? 2. പിന്നെന്താ വെച്ചാൽ 5ാം പദം 3. ഓക്കെ, 5ാം പദം 3. ഓക്കെ, നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത് ഇക്വേഷൻ ഉണ്ട്. ഏതാ ഇക്വേഷൻ? ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ? ഡി സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. നമ്മൾ അത് തന്നെ എടുത്ത ചാമ്പാണ് ടേം ഡിഫറൻസ്. നമുക്ക് ഇക്വേഷൻ എഴുതണം കേട്ടോ, ഇക്വേഷൻ എഴുതണം. നമ്മൾ ഓൾറെഡി ഈ ക്ലാസ്സിൽ തന്നെ എഴുതിയത് കൊണ്ടാണ് ഞാൻ എഴുതാത്തത്. നിങ്ങൾ നിർബന്ധമായിട്ട് ഇക്വേഷൻ എഴുതണം. ടേം ഡിഫറൻസ് ഏതാ? ടേമുകൾ തമ്മിലല്ലേ? 3ാമത്തെ പദം 2, 5ാമത്തെ പദം 3. ടേമുകൾ തമ്മിൽ നമുക്ക് കുറച്ച് നോക്കാം. 3 മൈനസ് 2. അയ്യോ 3 മൈനസ് 2. ഞാൻ മൈനസ് അല്ല ഇട്ടെ. 3 മൈനസ് 2 ഡിവൈഡ് ബൈ 5 മൈനസ് 3 അല്ലേ? മേളിൽ നിന്ന് താഴെ അവിടുന്ന് മേളിലോട്ട് കുറച്ച് എന്താണെന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ദെൻ 3 മൈനസ് 2 എത്രയാണ്? 1. 5 മൈനസ് 3 എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പം നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. സമാധാനം, സന്തോഷം. ഓക്കെ, നമുക്കൊരു സാധനം കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ടൈം വേണം. വേണ്ടേ? ആദ്യ പദം ഇല്ലെങ്കിൽ നമ്മുടെ ഈ പണി നടക്കുമോ? നടക്കില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ക്ലൂ എടുക്കാം. നമുക്ക് തൽക്കാലം എന്തെടുക്കാം? 3ാം പദം 2 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാർ എന്താ ഇത് തന്നെ എടുക്കുന്നതെന്ന്? 3 എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ചെറിയ നമ്പറാണ്. ചെറിയ നമ്പറുകൾ ഉപയോഗിച്ച് കണക്കുകൾ ചെയ്യാൻ നമുക്ക് എന്തുണ്ടാവും? എളുപ്പമുണ്ടാവും.
നമുക്ക് കണക്കുകൾ ചെയ്യുമ്പോൾ എളുപ്പമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള കണക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനത്തോടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടുള്ള വലിയ നമ്പറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടയ്ക്ക് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നമുക്കെന്ത് പറ്റും, അറിയാവുന്നതും മറന്നു പോകും. അതുകൊണ്ടാണ് ചെറിയ നമ്പർ എടുക്കാൻ പറഞ്ഞത്. മൂന്നാമത്തെ സംഖ്യ 2, വേണമെങ്കിൽ അഞ്ചാമത്തെ സംഖ്യ 3 എന്നുള്ളത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തൽക്കാലം നമുക്ക് മൂന്നാമത്തെ ടൈം 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാം പദത്തിന് മൂന്നാം പദം അല്ലെങ്കിൽ തേർഡ് ടൈം x3 എന്ന് എഴുതാം കേട്ടോ, വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്നാണ് ഇരിക്കുന്നത്. ഇവനെ എങ്ങനെ എഴുതാം നമുക്ക്, നേരത്തെ പഠിച്ച പോലെ ആണെങ്കിൽ f പ്ലസ് അങ്ങോട്ട് പറയാന്ന് f പ്ലസ് 2d ആണോ, വിച്ച് ഈസ് ഈക്വൽ ടു 2. നമുക്ക് f ആണ് വേണ്ടേ, ആരെ വേണ്ട, 2dനെ വേണ്ട. 2dനെ നമുക്ക് അപ്പം എന്ത് ചെയ്യാം, തട്ടാം അല്ലേ. നമുക്ക് 2dനെ നമ്മൾ അപ്പുറത്തേക്ക് തട്ടി. അങ്ങനെയെങ്കിൽ 2 പ്ലസ് 2d അപ്പുറം പോകുമ്പോൾ എന്താവും, -2d ആവും അല്ലേ. 2 മൈനസ് 2d f ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 ഇൻറ്റു d എത്രയാണ്, 1/2 അല്ലേ. അതെവിടെ നിന്നാണ് കിട്ടിയേ, ഇതാ അവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ലേ. അപ്പോൾ 2 മൈനസ് 2 ഇൻറ്റു 1/2. ഇനി ഇവിടെ നോക്കണേ, നമുക്ക് ഗുണിക്കൽ ആദ്യം ചെയ്യാം. ഈ രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം ഇല്ലേ. മേളിൽ നിന്ന് താഴെ നിന്ന് 2 എന്ത് ചെയ്യാം, നമുക്ക് വെട്ടിക്കളയാം. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ, f ഈസ് ഈക്വൽ ടു 2 മൈനസ് ഇവിടെ 1 മാത്രമേ ഉള്ളൂ അല്ലേ, 2 മൈനസ് 1 അല്ലേ. 2 എന്ത് ചെയ്തു, വെട്ടിക്കളഞ്ഞു. ഓക്കെ, മേലും താഴെ ഒരേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 2ൽ നിന്ന് 1 കുറച്ച് എത്രയാണ് നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു 1. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ഇപ്പം ഫസ്റ്റ് ടൈം കിട്ടി. കോമൺ ഡിഫറൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീക്വൻസ് എഴുതാം അല്ലേ. സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി സമം ശ്രേണി, അരിത്തമെറ്റിക്സ് സമാന്തര ശ്രേണി നമുക്ക് എങ്ങനെ എഴുതാം, ഫസ്റ്റ് ടൈം 1, കോമൺ ഡിഫറൻസ് അരയാണ്, മനസ്സിൽ കൂട്ടാവുന്നുള്ളൂ. 1 വരെ എത്രയാ, 1.5 അല്ലേ. 1.5ൻ്റെ കൂടെ അരയും കൂടി കൂട്ടിയാൽ എത്രയാ, 2. 2ൻ്റെ കൂടെ അര കൂട്ടിയാൽ എത്രയാ, 2.5 ആണോ. 2.5ൻ്റെ കൂടെ അര കൂട്ടിയാൽ എത്രയാണ്, 3. എത്ര എടാ, 1 2 3 4 1 2 3 4 5. ഇനി നമുക്ക് ഒരു എക്സെട്രയും കൂടി ഇട്ട് വയ്ക്കാം. വി ഗോട്ട് ദ ആൻസർ. നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. ഓക്കെ, ഫ്രാക്ഷൻ വന്നാലും നമ്മൾ പുഷ്പം പോലെ ചെയ്യും. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി നോക്കാം. ഇതേ ചോദ്യത്തിൻ്റെ സബ് ക്വസ്റ്റൻ ആയിട്ട് വരുന്നത് ചിലപ്പോൾ ഒരു ഡൗട്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചെയ്തു പോകട്ടോ. പക്ഷേ ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു ട്രിക്കും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതാ നമ്മുടെ ചോദ്യം വരട്ടെ. എവിടെ ചോദ്യം വന്നു. ഓക്കെ, രണ്ടാം പദം 5, അഞ്ചാം പദം 2. കണ്ടോ, അഞ്ചാമത്തെ ചോദ്യം കണ്ടോ മക്കളെ, അഞ്ചാമത്തെ ചോദ്യം കണ്ടോ. രണ്ടാം പദം 5, അഞ്ചാം പദം 2, സെക്കൻഡ് ടൈം 5 ആൻഡ് ഫിഫ്ത്ത് ടൈം 2. എന്തോ ഒരു അപാകതയുണ്ടോ അതിന്? ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഇതല്ലേ. രണ്ടാം പദം 5, അഞ്ചാം പദം 2. നമുക്കൊന്ന് എഴുതി നോക്കാം. എവിടെ ഒരു പറഞ്ഞിട്ട് ഇവിടെ തന്നെ എഴുതട്ടെ. രണ്ടാം പദം 5, അഞ്ചാം പദം എത്രയാണ്, 2. എന്താ ഇവിടെ ഒരു പ്രശ്നം? രണ്ടാമത്തെ പദം 5 വലിയൊരു നമ്പർ, അഞ്ചാമത്തെ പദമാണെങ്കിൽ വളരെ ചെറുത്. കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തോ ഒരു സംഭവം ഉണ്ട് അല്ലേ. എന്താണ്? തിരിച്ചും മറിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാം പദം 5, അഞ്ചാം പദം 2. ഇത് നമ്മൾ ഷോർട്സിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഈ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ വേണ്ട. എന്ത് കണ്ടുപിടിക്കാൻ? പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യണ്ട. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കുമെന്ന് പരസ്യം കേട്ടിട്ടില്ലേ? ഇതിനകത്ത് ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കോമൺ ഡിഫറൻസ് എപ്പോഴും എത്രയായിരിക്കും? -1 ആയിരിക്കും. കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, തിരിച്ചും മറിച്ചും ചോദിച്ചാൽ രണ്ടാമത്തെ പദം 5, അഞ്ചാമത്തെ പദം 2 അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ നിൽക്കണോ? വേണ്ട. എപ്പോഴും എത്രയായിരിക്കും? -1 ആയിരിക്കും. ഇനി 10ആം പദം 5, അഞ്ചാം പദം 10. കോമൺ ഡിഫറൻസ് എത്രയാണ്? -1. ഓക്കെ, 10ആം പദം 100, 100ആം പദം 10. രണ്ടും തിരിച്ചും മറിച്ച് ചോദിച്ചു. കോമൺ ഡിഫറൻസ് എത്രയാണ്? -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. ഇനി പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. അതിന് നമുക്ക് നേരത്തെ പഠിച്ച മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. രണ്ടാമത്തെ പദം 5 എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. രണ്ടാം പദത്തിന് എങ്ങനെ എഴുതാടാ? രണ്ടാം പദം ഇല്ലെങ്കിൽ സെക്കൻഡ് ടൈം ഇല്ലെങ്കിൽ x2 എങ്ങനെ എഴുതാം? എത്രയാ? 5. രണ്ടാം പദത്തിന് ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ എഴുതാം? f പ്ലസ്
ഡി എന്ന് എഴുതാം അല്ലേ. ആദ്യ ഭാഗത്തിൻ്റെ കൂടെ ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് ആരെ കിട്ടുക, രണ്ടാമത്തെ ടേം കിട്ടുക. അതെത്രയാണ്, 5 ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. എഫ് ഈസ് ഈക്വൽ ടു 5. ഈ പ്ലസ് ഡീനെ നമ്മൾ എന്ത് ചെയ്യണം, തട്ടണം അല്ലേ, നമുക്ക് ആവശ്യമില്ല, അവൻ അപ്പുറത്തേക്ക് തട്ടിയേക്കാം. അങ്ങനെയെങ്കിൽ ഡി എപ്പുറം വന്ന് എന്താവും, മൈനസ് ഡി എന്നാവും. ഓക്കെ, 5 മൈനസ് ഡി എത്രയാണ്, ഡി ഇതേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഡി ഈസ് ഈക്വൽ ടു -1. നോക്കിക്കേ, 5 മൈനസ് -1, ഒരു മൈനസ് വന്നു, വീണ്ടും ഒരു മൈനസ് വന്നു. ഇങ്ങനെ മൈനസ് വന്ന് എന്ത് ചെയ്യും, ഒരു മൈനസ് ഇത് എങ്ങനെ പോയി പ്ലസ് ആവുമെന്ന് വിചാരിച്ചാൽ മതി. 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ അതെന്താവും, പ്ലസ് ആകും. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കിങ്ങനെ എഴുതാം, എഫ് ഈസ് ഈക്വൽ ടു 5 + 1 എത്രയാണ്, 5 × 1 = 6. ഇപ്പോൾ ഫസ്റ്റ് ടേമുമായി കോമൺ ഡിഫറൻസുമായി. ഇനി എന്തെഴുതണം, സീക്വൻസ് എഴുതണം, ശ്രേണി എഴുതണം അല്ലേ. ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് എഴുതണം അല്ലേ. സീക്വൻസ് നമുക്ക് എഴുതി നോക്കിയാലോ. ഫസ്റ്റ് ടൈം എത്രയാണ്, 6. കോമൺ ഡിഫറൻസ് -1 അല്ലേ. -1 കോമൺ ഡിഫറൻസ് ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി, കോമൺ ഡിഫറൻസ് മൈനസ് ആണെങ്കിൽ കുറച്ച് എഴുതിയാൽ മതി. പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ കൂട്ടി എഴുതും. മൈനസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് എഴുതിയാൽ മതി. അപ്പം 6, 1 കുറച്ചേ 5, 1 കുറച്ചേ 4, 1 കുറച്ചേ 3, 1 കുറച്ചേ 2, കിട്ടിയോ. ആൻഡ് എക്സെട്ര 5 ടൈമേ നമ്മൾ എഴുതാൻ പറഞ്ഞുള്ളൂ. 6, 5, 4, 3, 2, 1, 0, -1, -2 അങ്ങനെ നമുക്ക് എഴുതി പോകാം. ക്ലിയർ അല്ലേ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണിത്. നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു, ബൈ.